എല്ലായിടത്തെയും ചക്ക എല്ലാം തീർന്നപ്പം ഞാൻ ചക്കയും കാണിച്ചിട്ട് വന്നിരിക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും അല്ലേ? എന്നാണ് വേണ്ടുകയില്ല. എൻ്റെ ചക്ക വെട്ടി നമ്മൾ ചക്കയും കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്ര നല്ല ഒരു വരിക്കച്ചക്ക കേട്ടോ. വരിക്കച്ചക്ക നല്ല മധുരമുള്ള തേൻ വരിക്കച്ചക്ക നല്ല പോലെ വിളഞ്ഞ്. നിങ്ങൾക്കിപ്പം ദേഷ്യം വരുന്നുണ്ടായിരിക്കും, ഇത് എന്തിനാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ? എനിക്ക് ചക്കപ്പഴം ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് വേവിച്ച് തിന്നാനായിട്ട്. എന്നാൽ പിന്നെ കുറച്ച് വേവിച്ചേക്കാം, പകുതി വേവിച്ചേക്കാൻ വിചാരിച്ചു ഞാൻ. ഈ പകുതി എങ്ങെടുത്ത് ഒന്നുകൂടെ മുറിക്കുക. കണ്ടോ നമ്മുടെ ചക്കവെട്ടിക്കുള്ള മുറിക്കുക. പലരും എന്നോട് ചോദിച്ചത് എവിടെ കിട്ടും. ഞാനിവിടെ കട്ടപ്പനയിൽ നിന്ന് ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പുകളിലൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ പടമൊക്കെ കാണിച്ചാൽ ഉണ്ടാക്കി തരും. ഇത് വിപണിയിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടുന്നാണ് വാങ്ങിച്ചത്. കണ്ടോ? അപ്പം നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിതിനെ പീസുകളാക്കാൻ പറ്റും. ഒരു ചുള പോലും അങ്ങനെ അഴുക്കായിട്ട് പോകാതെ വൃത്തിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഞങ്ങൾക്ക് ചക്കയുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്തൊന്നും പറിച്ച് തരത്തില്ലായിരുന്നു. ഇപ്പം ഞാനിത് വേണമെന്ന് പറഞ്ഞ് ഞാനിത് കൊണ്ടു തന്നതാണ്. നമുക്കൊരെണ്ണം തിന്ന് നോക്കണ്ടേ? തിന്ന് നോക്കാതെ എങ്ങനെ നല്ലതെന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണ്. നമ്മൾ പറിക്കുന്നതും ഒക്കെ ആയ ചക്ക തന്നെയായത്. ഇതാ സൂപ്പർ ടേസ്റ്റാണെന്നറിയാമോ? ഹായ് ഹായ്, നല്ലതാണ് തിന്നാൻ. ഒട്ടും പുളിപ്പൊന്നും വന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പകുതിയില്ലേ, ആ പകുതിയുടെ പകുതി അതിൻ്റെ ഹാഫ് കൂടെ എടുക്കും. ബാക്കി ഞാൻ പഴുപ്പിക്കാൻ വെക്കാൻ പോവാം. നാളെ തന്നെ ഇത് നല്ല പുളിച്ചതായിട്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് അരിച്ചുകൊണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും സാരമില്ല. അപ്പം നമ്മുടെ ഇവിടെ മുറിച്ചെടുത്തിട്ട് ഞാൻ വെട്ടിപ്പറക്കി വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഈ വർഷത്തെ കരിക്കച്ചക്ക കണ്ട് എല്ലാവരും കൊതി വിടട്ടെ. ചക്ക വെട്ടിയും കണ്ടോളൂ.